ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ലാലേട്ടൻ സിനിമയ്ക്ക് പോയിട്ട് ഫുൾ സാറ്റിസ്ഫാക്ഷനോടുകൂടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. കാരണം നേര് കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു ക്ലൈമാക്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇത്രയും നാൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു സാധനമാണ്, ഇപ്പോഴാണ് ഒരു ലാലേട്ടൻ്റെ ഒരു സിനിമ, ഒരു ഫുൾ സിനിമ കണ്ട ഒരു ഫീൽ കിട്ടുന്നതെന്ന് തോന്നിയത് എനിക്ക് നേര് കണ്ടപ്പോഴാണ്. അത് കിട്ടാതിരുന്ന സാധനം കുറേ നാളുകൾക്ക് ശേഷം കിട്ടുമ്പോൾ ഒരു ഫീലിംഗ് ആയിരിക്കാം മേ ബി. നേര് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫാണ്. ഇതിനകത്ത് പ്രിയാമണിയുണ്ട്, ജഗദീഷുണ്ട്, അതുപോലെ അനശ്വര രാജൻ, സിദ്ദിഖേട്ടന് പറഞ്ഞു കഴിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള നെഗറ്റീവുകളാണ് ചെയ്തിരിക്കുന്നത്. കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയാമണിയുണ്ട്, ഗണേഷ് കുമാറാണ്. അങ്ങനെ കുറേ മലയാളത്തിലൊരു നല്ല താരനില തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ഇപ്പം ഈ ഒരു സിനിമ ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി ഒന്നും അല്ല കാണാൻ പോകുന്നത്. ഒരു നോർമൽ സിനിമ കാണാൻ പോകുന്നു. ഇതിൻ്റെ പ്രമോഷനും കാര്യങ്ങളൊന്നും ഞാൻ വലുതായിട്ട് കണ്ടില്ല. നമ്മൾ യൂഷ്വലി സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴുള്ള ആ ഒരു ഷോർട്സ് കാണുന്നതല്ലാതെ ഞാൻ വലുതായിട്ടൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. അപ്പം അതിനകത്ത് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സിനിമയൊന്നും ആയിരിക്കില്ല, ഒരു കോർട്ട് ഡ്രാമയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ പോകുന്നു. സിനിമ തുടങ്ങി സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കപ്പോൾ ഒരു പ്രതീക്ഷ വരും. അതായത് ഞാനൊരു ദൃശ്യം ലെവലിൽ നിന്നൊന്നും അല്ല പറയുന്നത്, ഒരു നല്ല സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പം ഉള്ളൊരു ഫീലുണ്ട്. ആ ഒരു ഫീലാണ്. ദൃശ്യം പോലെ വലിയ ട്വിസ്റ്റും വലിയ ടേണുകളും ഒന്നും അങ്ങനെയുള്ള പ്ലോട്ടൊന്നും പ്രതീക്ഷിച്ച് ഒരു സിനിമയ്ക്ക് പോകരുത്. ഒരു കൊച്ചു സിനിമ വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് എന്നോ നഷ്ടപ്പെട്ടു പോയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. ആ ഒരു പഴയ പ്രൗഢിയോടുകൂടി ആ ഒരു അഭിനയമൊക്കെ ലാലേട്ടനിൽ വന്നു പോകുന്നതായിട്ടൊരു വിൻറ്റേജ് ലാലേട്ടൻ്റെ അഭിനയമൊക്കെ വന്നു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരു സിനിമയിൽ. ഒരു കോർട്ട് ഡ്രാമയാണ്. സ്റ്റോറി വളരെ സിമ്പിളാണ്. ഒരു റേപ്പ് കേസ് നമുക്ക് ഇതിനകത്ത് ആരാണ് പ്രതി എന്നറിയാം, പ്രതി ഇത് ചെയ്തിട്ടുണ്ടെന്നറിയാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൈൻഡായിട്ടുള്ള പെൺകുട്ടിയാണ് റേപ്പ് ചെയ്യുന്നത്. അപ്പം ഐ വിറ്റ്നസ്സുകളില്ല. അപ്പം ഈ ഒരു കേസ് കോടതിയിൽ വരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. വിജയ് മോഹൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് ഓപ്പോസിറ്റ് വരുന്നത്, അതായത് ഓപ്പോസിറ്റ് പ്രതിഭാഗത്ത് നിൽക്കുന്നത് മൈക്കിൾ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു വക്കീലായിട്ട് നിൽക്കുക. ഒരു വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ടീം. അപ്പോൾ അവരുടെ ഇപ്പോൾ പ്രതിഭാഗത്ത് നിൽക്കുന്നത് രാജശേഖരൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ വലിയ ഒരു ക്രിമിനൽ വക്കീലാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറായ വിജയ് മോഹൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടർ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ, വർഷങ്ങളായിട്ട് കോടതിയിൽ പോകാത്ത ഒരു വക്കീൽ. ആ ഒരു വക്കീലിനെ ഈ ഒരു കേസ് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഈ ഒരിക്കലും ജയിക്കില്ല എന്ന് പ്രതീക്ഷയില്ലാത്തൊരു കേസിനെ എങ്ങനെ ജയിപ്പിക്കുന്നു എന്നുള്ളതാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളെ നമ്മൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് കൊണ്ടുപോവുക, ഭയങ്കര എഡ്ജ് ഓഫ് ദ സീറ്റിലൊക്കെ കൊണ്ടിരുത്തുന്ന കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. ദൃശ്യം മോഡൽ ക്രൈം ത്രില്ലർ ഒന്നുമല്ല, ഒരു കോടതി ഡ്രാമയാണ്. ഈ ഒരു സിനിമയുടെ കൂടുതൽ ഭാഗവും കോടതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഐ വിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേയധികം പ്രതിഭാഗത്തിന് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് എല്ലാം നിൽക്കെ ഇവരെങ്ങനെയാണ് ഈ ഒരു കേസ് വാദിച്ചെടുക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് ജിത്തു ജോസഫിൻ്റെ ബ്രില്യൻസ് തന്നെയാണ് പലയിടത്തും നമുക്ക് കാണുന്നത്. പണി അറിയാവുന്നവർക്ക് ലാലേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സിനിമകൾ ഉണ്ടാകുമെന്ന് നമുക്ക് നേര് കാണുന്ന സമയത്ത് മനസ്സിലാകും എന്നുള്ളതൊരു സത്യമാണ്. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാലും അവിടെയൊന്നും ഒരു ലാലേട്ടൻ്റെ ഒന്ന് വന്നു പോകുന്ന പോലും. പക്ഷേ അതിനകത്ത് അങ്ങനെയല്ല. ലാലേട്ടനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലാലേട്ടൻ്റെ ഒരു പഴയ അഭിനയവും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്ക് അത് കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു സിനിമ പോകുന്നു, ഒരു നല്ല ഇൻ്റർവൽ പഞ്ച് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മളിനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കോടതിയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ദൃശ്യത്തിനകത്തെ ആ ഒരു വാ തുറക്കുന്ന മൊമെൻ്റ് ഉണ്ടല്ലോ, അതായത് ഒരു ഹീറോയിക് മൊമെൻ്റൊക്കെ വരുന്ന 1-2 സീനുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അങ്ങനെ നല്ല നല്ല സീനുകൾ വന്നു പോകുന്നു. നല്ലൊരു ക്ലൈമാക്സ് വരുന്നു, നല്ലൊരു മെസ്സേജ് കൊടുത്ത് സിനിമ അവസാനിപ്പിക്കുന്നു. അപ്പം നമുക്കൊരു നല്ലൊരു ഫീൽ കിട്ടുന്നു. ഓക്കെ, നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാതെ ഒരു സിനിമ കാണുന്ന ഒരു കോർട്ട് ഡ്രാമയാണെങ്കിൽ കൂടി ഇതിനകത്ത് ഒരു സെക്കൻഡ് പോലും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ലാലേട്ടൻ്റെ കാര്യം എടുത്ത് പറയുമ്പം നമ്മൾ എടുത്ത് പറയേണ്ട മറ്റൊരു ആക്ടറാണ് അനശ്വര രാജൻ. അനശ്വര രാജനെ പറ്റി എടുത്ത് പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള അനശ്വര രാജൻ്റെ അഭിനയമേ അല്ല ഈ ഒരു സിനിമയിൽ. എന്ന് വെച്ചാൽ ഭയങ്കര മെച്ചുവറായിട്ട് അഭിനയിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മെച്ചുവർ. ഒരു ബ്ലൈൻഡ് ഗേൾ സാറ എന്ന് പറയുന്ന വ്യക്തി ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു ഒരു ബ്ലൈൻഡായിട്ടുള്ളൊരു പേഴ്സൺ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഭയങ്കര ഭംഗിയായിട്ട്, വളരെ നീറ്റായിട്ട്, വളരെ മെച്ചുവറായിട്ട് അനശ്വര രാജൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്ക് അനശ്വര രാജനെ അങ്ങനെ പല സിനിമകളിലും ഒക്കെ ഇതെന്താണ് കാണിക്കുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പം പെർഫോമൻസിൽ നമ്മളിങ്ങനെ ഇരുന്നു നോക്കി, ഇത് അനശ്വര രാജനാണോ ഈ പെർഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിയിരുന്നു. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ട്, അത്ര നീറ്റായിട്ട് അവർ ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം മേ ബി അത് ജിത്തു ജോസഫിൻ്റെ എക്സിക്യൂഷൻ ആയിരിക്കാം, പക്ഷേ അനശ്വര രാജൻ ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ, പിന്നെ സിദ്ദിഖ്, ഒരു നെഗറ്റീവ് ഷെയ്ഡ്, അതായത് ക്രിമിനൽ വക്കീലാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ്. ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് നിന്നിട്ട് സിദ്ദിഖ് കാണിച്ചിരിക്കുന്നത് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ആ ഒരു ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഒരു സീനുണ്ടോ, അത്
ഒരു രക്ഷയില്ല, നമുക്ക് വലിച്ച് കീറാൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അത്ര കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ഓരോരുത്തരും അവരവരുടെ റോളുകൾ അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ക്രിസ്മസ് ഈ ഒരു വർഷത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സിനിമ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് ഇങ്ങനൊരു സിനിമ വന്നത് എന്തായാലും നല്ലൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്.